എനിക്ക് ഇത് നമ്മൾ NSൻ്റെ ഈ ഒരു ലെവലിൽ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തേക്കണം കേട്ടോ. NSൻ്റെ ബാക്കിൽ എക്സ്റ്റൻഷൻ വരുന്നതിന്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ മോച്ചാമാർക്കും നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ മോച്ചാമർ എല്ലാവർക്കും സുഖമില്ല. മോച്ചാമർ ഇന്നത്തെ പരിപാടി ഇതാ ഈ കാണുന്ന എക്സോസ്റ്റ് നമ്മൾ ഈ ഒരു NS സെറ്റ് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ അതാ ഈ കാണുന്ന NSൽ നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് അക്രോബോയിക്കിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു മോഡലാണ് കേട്ടോ. ഈ ഒരു മോഡൽ അധികം നമ്മളങ്ങനെ ഷോപ്പിൽ അധികം വണ്ടികൾക്കൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. ഇത് നമ്മളൊരു ഷോ പീസിനായിട്ടൊരു ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സിംഗിൾ പീസ്. ഇതിൻ്റെ സിൽവറും ബ്ലാക്കും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ വണ്ടിക്ക് ഈ ഒരു എവല്യൂഷൻ്റെ ബ്ലാക്ക് സെറ്റ് ചെയ്യാൻ പോകട്ടോ. കാരണം ഇതിൻ്റെ സൗണ്ടൊന്നും ഞാൻ അധികം അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു എക്സോസ്റ്റ് കാണുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾ അധികം അങ്ങനെ ആദ്യം വണ്ടിയിൽ എവല്യൂഷൻ്റെ ഈ ഒരു എക്സോസ്റ്റ് വന്നിട്ടില്ല. ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് ഡിസൈനാണ് കേട്ടോ. മൊത്തത്തിൽ നോക്കിയാൽ ഒരു മാറ്റമാണ്, ഒരു ഒതുക്കത്തിലുള്ളൊരു ഡിസൈനാണ് വണ്ടിക്ക് വരുന്നത്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഒരു ഒതുക്കമുള്ള ഡിസൈനും. പിന്നെ അധികം നമുക്കൊരു എക്സ്ട്രാ എക്സോസ്റ്റ് വെച്ചൊരു ഫീലും കിട്ടത്തില്ല. അതാണ് നമ്മളെ ഒരു ഡൂക്കിൻ്റെയൊക്കെ സ്റ്റോക്ക് എക്സോസ്റ്റിൻ്റെ ഒരു ഫീല് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹിമാലയയുടെ എക്സോസ്റ്റിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഒരു വെളിയിൽ നിന്നൊരു എക്സോസ്റ്റ് വെച്ച ഫീൽ കിട്ടാത്തതുകൊണ്ടാണ് എന്തോ കസ്റ്റമേഴ്സ് ഇത് അധികം ചൂസ് ചെയ്യാത്തതെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കിന്ന് ഇത് വെച്ച് നോക്കി ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ DB വരുന്നതാണ്. DB വെച്ച് നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഊരാൻ വേണം. വണ്ടി പ്രൊഡക്റ്റ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളൊരു NSൻ്റെ ബെൻഡ് വൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരെ നമ്മളെ കാറ്റലിക് കൺവേർട്ടർ ഇളക്കണം. കാറ്റലിക് കൺവേർട്ടർ ഇളക്കി ഈ ഒരു സാധനം നേരെ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്തിനാണ് ചെയ്യുന്നത്? ഇളക്കിയില്ലേ? വെരി ഫാസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗ്യാസ്കറ്റ് ഉണ്ടാകുന്ന നോക്കിയാണ്. ഗ്യാസ്കറ്റ് മാറേണ്ടി വരുമോ? നമ്മളെ ഗ്യാസ്കറ്റ് ഉണ്ടോ? തീർന്നല്ലേ? ജസ്റ്റ് ഫ്രണ്ട് പൈപ്പ് ഒന്ന് ലൂസാക്കേണ്ടി വരും അല്ലേ ബ്രോ? ഇത് BS3 വണ്ടിയല്ലേ ബ്രോ? BS3 അല്ലേ? അപ്പോൾ നമ്മളിത് ഫ്രണ്ട് മൗത്ത് ലൂസാക്കി കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ കറക്റ്റ് നല്ല രീതിക്ക് നമുക്ക് ആ ഒരു ബെൻഡ് വൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പോണാളിയാ നില്ലളിയാ. അപ്പോൾ നമ്മളെ കാറ്റലിക് കൺവേർട്ടർ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ബെൻഡ് വൈപ്പ് കയറ്റാം. സാധനം എടുക്കും ബാംഗ്ലൂർ. കുറേ വണ്ടിക്ക് വെച്ചെടുത്തു. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്നു. പോലീസ് അങ്ങനെ വരെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് ഇളക്കി ഒരു കാറ്റലിക് കൺവേർട്ടർ ഇളക്കിയിട്ട് നമ്മൾ ഈ കാണുന്ന രീതിക്ക് ബെൻഡ് വൈപ്പ് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ബെൻഡ് വൈപ്പിൽ സ്ക്രൂ ഇട്ട് സെറ്റ് ചെയ്യണം. ഗണ്ണിൻ്റെ അടുത്താണ്. അങ്ങനെ അവസാനം നമ്മൾ എക്സോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ലുക്ക് വരുന്നത്. പവറല്ലേ ഗൈസ്? അങ്ങനെ നമ്മൾ എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് റൈഡിങ് വീഡിയോയിൽ സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. കാരണം നമ്മളെ മൈക്ക് അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആയി. DB വയ്ക്കാൻ കൊള്ളാം. പൊളി സാധനം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഔട്ട്ലുക്ക്. അപ്പോൾ എക്സോസിൻ്റെ സൗണ്ട് കേട്ടില്ല. വണ്ടി USD ഫോർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് അലോയിലാണ് ചെയ്തേക്കുന്നത്. സ്റ്റോക്ക് അലോയിൽ തന്നെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി പക്ക റീസ്റ്റോറേഷനാണ് കേട്ടോ. BS3 വണ്ടിയാണെങ്കിലും റീസ്റ്റോറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ഈ ഒരു മഡ് ഗാർഡിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. കാരണം എല്ലാവരും പറയുമല്ലോ ചെളി അടിക്കുന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമല്ലോ. ഇത് സാധനം കണ്ട, ഇത് നമ്മൾ NSൻ്റെ ഈ ഒരു ലെവലിൽ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. NSൻ്റെ ബാക്കിൽ എക്സ്റ്റൻഷൻ വരുന്നതിനാൽ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ സെറ്റ് ചെയ്തേ നോക്കി. അപ്പോൾ റേഡിയേറ്ററിൽ ചെളി അരിക്കില്ല. ഈ റേഡിയേറ്ററിൻ്റെ ഭാഗത്ത് ചെളി അരിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമറിന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ. അപ്പോൾ ഇത് ചെയ്താൽ മതി. ഈ സാധനം വാങ്ങാൻ കിട്ടില്ല, ഇതിൻ്റെ സാധനം വാങ്ങാൻ കിട്ടില്ല. പകരം NSൻ്റെ എടുത്തിട്ട് ഈ രീതിക്ക് ഷേപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി.
ഹായ് സൗണ്ട് എങ്ങനെ ഉണ്ട് അളിയാ? സൂപ്പർ സൗണ്ട് അല്ലേ? ആ അത്രേ ഉള്ളൂ, പവറായിരിക്കാം. എനിക്ക് മതി മതി. അത് എല്ലാം ഇവിടെയാണ്, ഇവിടത്തെയാണ് ഗൈസ്. നമ്മൾ ചെയ്തതല്ല. പോലീസ് വരുന്നത് പോട്ട് പോണേ. ഗൈസ് നാട്ടുകാർ സീനാക്കുന്ന മുമ്പേ നമുക്ക് പോയേക്കാം. വണ്ടിക്ക് കുറച്ച് പവർ ലോസ് ഉണ്ടോ എന്നൊരു ഡൗട്ട് കേട്ടോ. ബാക്കിയെല്ലാം പക്കാം ഗൈസ്. അപ്പം അയ്യോ ഭയങ്കര സൗണ്ട്, ഭയങ്കര സൗണ്ട് എന്ന് പറയാൻ ഭയങ്കര സൗണ്ട് DB ഇല്ലാതെ. ഇത് മറ്റേ അത് തന്നെ കേട്ടോ, സൗണ്ട് കുറവെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഭയങ്കര സൗണ്ട്. കാരണം മറ്റേ R1M ആണെങ്കിൽ ഇത്രയും വരില്ല. R1 ആണെങ്കിൽ പിടിച്ചു വയ്ക്കും സൗണ്ട്. ഇനി അടുത്ത DB സൗണ്ട് സൈലന്റ് ആക്കിയാണ്. ഇത് ഇവിടെ ഇട്ട് വയ്ക്കാണ്, ഒപ്പം സൈലന്റ് ആവും. പിന്നെ അഡ്ജസ്റ്റബിൾ. അങ്ങനെ നമ്മളെ പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ വണ്ടി നമ്മളിതായി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പം വണ്ടി ഇപ്പം സ്റ്റോക്ക് സൗണ്ടായിട്ടോ. വണ്ടി ഇപ്പോൾ കമ്പനിയിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞാൽ ആ രീതിക്കുള്ള സൗണ്ടായി. സൗണ്ടേ ഇല്ല. ഇത് സ്റ്റോക്ക് സൗണ്ടായി. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ ഇതുപോലെയുള്ള വീഡിയോസിനായി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ.